കേരളത്തിലെ NSS ഘടകങ്ങൾക്കും ഡൽഹിയിലെ NSS ഘടകങ്ങൾക്കും സുകുമാരൻ നായരെ വേണ്ട. BJP-ക്കാരെ അല്ലെങ്കിൽ BJP എന്ന് കേൾക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു അസഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് എളിഞ്ഞു നടക്കുന്ന സുകുമാരൻ നായർ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സുകുമാരൻ നായർക്ക് കണക്കിന് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി നൽകി കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനെ തിരിച്ച് സുകുമാരൻ നായർ കൊടുത്ത മറുപടിയൊന്നും ആരും മുഖവിലേക്ക് പോലും എടുത്തില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖറിന് എന്തോ സുകുമാരൻ നായരോട് വല്ലാത്തൊരു ഇഷ്ടവും ഒരു പ്രണയവും ഒക്കെ തോന്നുകയാണ്. സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുകയാണ്. സുകുമാരൻ നായരെ അങ്ങ് പുകഴ്ത്തി ആകാശത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ സുകുമാരൻ നായരെ പോഴ്ത്തുകയാണോ പരിഹസിക്കുകയാണോ? ഈ മന്നം സമാധി എന്നുള്ളത് എൻ്റെ കുടുംബാവകാശമാണ് എന്ന രീതിയിലാണ് സുകുമാരൻ നായർ പ്രവർത്തിക്കുന്നതെന്ന് NSSുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എടുത്തു, നമ്മളെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പം മന്നത്തിൻ്റെ ഈ ഒരു സ്മാരകത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് ആളുകൾക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇതാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് മുമ്പ് സുരേഷ് ഗോപിയും ഇത് തന്നെയാണ് ഉപരാഷ്ട്രപതിയായിരുന്ന CP രാധാകൃഷ്ണനും മുമ്പ് ഗവർണറായിരുന്ന CV ആനന്ദബോസും ഒക്കെ ആവശ്യപ്പെട്ടത്. അന്നൊക്കെ എന്തുകൊണ്ട് കയറ്റിയില്ല? അതിന് ഈ സുകുമാരൻ നായർ പറഞ്ഞ മറുപടി എന്താ? അവിടെ പട്ടിയെ കയറ്റാൻ അനുവദിക്കില്ല. എന്നാൽ ആ പട്ടിയെ കയറ്റാൻ അനുവദിക്കില്ലെങ്കിൽ ശരി, വേണ്ട, അങ്ങനെ പട്ടിയെ കയറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ രാഷ്ട്രപതി വരുവാണെങ്കിൽ അതിനു മുമ്പ് പോലും ഈ ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധന നടത്തണം. അത് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങൾ അത് ചെയ്തു. അത് ഇവരൊന്നും തടയാനൊന്നും പറ്റില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഡൽഹിയിൽ ഇതാ മന്നത്തിൻ്റെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയെ സ്ഥാപിക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഇവിടെ ജാതി മതഭേദമന്യേ ആർക്കും എപ്പോഴും അവിടെ കടന്നു വരാം. ഇതിന് ഈ മുൻകൈ എടുത്ത ആരാണ്? മുൻ ഗവർണറായ CV ആനന്ദബോസ്. ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ ചെയ്യുന്നത് CP രാധാകൃഷ്ണൻ. അപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് തൻ്റെ പൊളിറ്റിക്കൽ നിലപാട് കൃത്യമായിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നീ വരണ്ട, അവൻ കയറണ്ട എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാ? എന്നിട്ട് പറയുകയാണ് ഞാൻ ഇതൊന്നും അല്ല പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ സുകുമാരൻ നായർക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഏതാണ്ട് NSSന്റെ നേതൃത്വം ഒറ്റപ്പെടുന്നു. അപ്പം ഈ NSSന്റെ അണികൾ അല്ലെ NSS പ്രവർത്തകർ എന്ന് പറയുന്നത് BJPയോട് വലിയ ചായ്വ് പ്രകടിപ്പിച്ച നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും UDFനോട് അനുകൂല നിലപാടാണ് NSS സ്വീകരിക്കുന്നത്. പക്ഷെ ജനറൽ സെക്രട്ടറി പറയുന്നത് എന്താ? ഞങ്ങൾക്ക് സമദൂരമാണ് ഉള്ളത്. ഇതൊന്നുമല്ല, ഇത്തവണ സമദൂരമാണ് എന്ന് പറഞ്ഞപ്പോൾ NSSന്റെ അണികൾ മുഴുവൻ UDFനൊപ്പം BJPക്കൊപ്പം നിന്നു. എന്നാൽ NSSന്റെ നേതൃത്വം LDFനൊപ്പം നിന്നു. അതെന്തിനാണ്? സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ ചില കേസുകളിൽ പെട്ട് അറസ്റ്റിലാകുമോ എന്ന ഭയമുള്ളത് കൊണ്ട് പിണറായി പോലീസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർക്കൊപ്പം എന്ന രീതിയിൽ പരസ്യമായ നിലപാടെടുത്തു. പക്ഷേ NSS സമുദായങ്ങളിൽ ഏറിയ പങ്കും ഒരു ഹിന്ദു നവോത്ഥാനത്തിന്, ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും BJPയുടെ കൂടെ നിൽക്കും. ഇവിടെ BJP നേതൃത്വം, അതായത് ദേശീയ നേതൃത്വത്തിൽപ്പെട്ട 3 പേരാണ്, പ്രധാനപ്പെട്ട 3 പേരാണ് ഇങ്ങനെ സംസ്ഥാന NSSന്റെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ ഈ നേതൃത്വം ഏതാണ്ട് ഒറ്റപ്പെട്ടു. അപ്പം നമ്മൾ ഉൾപ്പെടെയുള്ളവർ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ? BJP ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കും, NSS ഒറ്റപ്പെട്ടു, നേതൃത്വത്തിൽ ഒരു വലിയ ശുദ്ധികലശം ഉണ്ടാകും. ഇത് സുരേഷ് ഗോപിയും പറഞ്ഞാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, സുകുമാരൻ നായർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു, ഞങ്ങൾ അതുകൊണ്ട് NSS നേതൃത്വത്തെ ചേർത്ത് പിടിക്കും. കാരണം എന്താ? അണികൾ മുഴുവൻ BJPയുടെ കൂടെ എത്തി. ഇനി ഈ ചന്ദ്രശേഖർ പറയുകയാണ് ദാ സുകുമാരൻ നായരെ ഞങ്ങളുണ്ട് ചേർത്ത് പിടിക്കാൻ. അപ്പോൾ സുകുമാരൻ നായർ ചേർത്ത് പിടിക്കുമ്പോൾ എങ്ങോട്ടേക്കും നീങ്ങിക്കണം? BJPയുടെ പക്ഷത്തേക്ക് നീങ്ങിക്കണം. വളരെ തന്ത്രപരമായ ഒരു നിലപാട് BJP സ്വീകരിക്കുമ്പോൾ NSSന്റെ അണികൾക്കൊപ്പം സുകുമാരൻ നായരും നിവൃത്തിയില്ലാതെ BJPയുടെ വശത്തേക്ക് വരും. കാരണം BJPക്ക് നേതാക്കളെ കാണുമ്പോൾ മാത്രമാണല്ലോ ഈ സുകുമാരൻ നായർക്കും കൂട്ടത്തിനും ഹാലിളകുന്നത്. VD സതീശന്റെ മുമ്പിൽ 2 തവണ പോയി ക്യൂ നിൽക്കാം, എന്നിട്ട് കാണാൻ അനുമതി കിട്ടിയില്ലെങ്കിൽ എന്തൊടുക്കും? തിരിച്ചിവിടേക്ക് വരാം, LDFനെ പറഞ്ഞു പേടിപ്പിക്കാം, ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ NSSന്റെ പ്രവർത്തകർക്ക്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരുടെ നിലപാടുകൾ എപ്പോഴും ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ആ ഹിന്ദു ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന് അവർ കാണുന്നത് UDFനെ അല്ല BJPയാണ്. അങ്ങോട്ടൊരു വലിയ ചായ്വുണ്ടായി. ഇനി ഈ നേതൃത്വം കൂടെ ചാഞ്ഞുകൂടെ? അതുകൊണ്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് ഈ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പരിഹസിക്കുകയാണോ അതോ പിന്നെ പറ്റിക്കുകയാണോ എന്നുള്ളത്. പറ്റിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞു പറ്റിക്കുന്ന ആ തരത്തിലല്ല. അതായത് 80-81 വയസ്സ് എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഈ സുകുമാരൻ നായർക്ക്. അപ്പോ പിന്നെ ഈ സാധാരണ നമ്മളൊരു വാർത്ത ഇടുമ്പോൾ ആ വാർത്തയുടെ താഴെ ഒരുപാട് മോശം കമന്റുകൾ, കാരണം ഓരോ ഇപ്പൊ BJP അനുകൂല അല്ലെങ്കിൽ UDF ഇടതുപക്ഷ അനുകൂലവരൊക്കെ വന്ന് നമുക്കെതിരെ മോശമായ കമന്റ് ഇടും. നമ്മളതൊന്ന് ശ്രദ്ധിക്കാം. ചിലത് നോക്കും, ചിലതൊക്കെ നോക്കിയാലും നമ്മളത് ചിരിച്ചങ്ങ് തള്ളും. പക്ഷേ ഇന്നലെ BJP നമ്മുടെ ABCയിലിട്ടതും മീഡിയയിലിട്ട് വാർത്തയുടെ താഴെ മുഴുവൻ
സുകുമാരൻ നായർക്കെതിരെ മാത്രമുള്ള കമന്റുകളായിരുന്നു. നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. സുകുമാരൻ നായരെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ NSS എന്ന് പറയുന്ന സാമുദായിക സംഘടന നന്നാവൂ. ഇയാളെ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ അകത്ത് നടപ്പിലാക്കുന്നത്. ഇനി മകനെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തുന്നത്. അത് അനുവദിച്ചുകൂടാ. BJP ഇടപെടണം, കേന്ദ്ര നേതൃത്വം ഇടപെടണം. മാത്രമല്ല പട്ടിയെ കയറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡ് പെരുന്നയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പിന്നിൽ എന്തോ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊരു ED അന്വേഷണം ഉണ്ടാകണം. ഇതൊക്കെയാണ് പലരും. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എത്രത്തോളം വെറുപ്പാണ്, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി എത്ര അകലെയാണ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നുള്ളത് സുകുമാരൻ നായർ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. ഡൽഹി ഘടകം അവരിപ്പോ ഒത്തൊരുമിച്ച് അവിടെ അങ്ങനെ ആരും വരാൻ പാടില്ല, കയറാൻ പാടില്ല, എനിക്ക് പറ്റുന്ന ആളുകളെ വരാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിലപാടെടുക്കാൻ ആരുമില്ല. അവിടെ എല്ലാവർക്കും വരാം. സിനുജി ഇന്നലെ പറഞ്ഞതുപോലെ അവിടെ വിദ്യാസമ്പന്നരാണ്, കുറച്ച് സാമ്പത്തികമായി വലിയ നിലയിൽ നിൽക്കുന്നവരാണ്, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മനസ്സിലാക്കി പെരുമാറുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ മാറ്റി നിർത്തലൊന്നുമില്ല. ഈ ചില നായന്മാരുണ്ട്, നക്കി നായന്മാരെന്നൊക്കെ ചില നായന്മാരെ പറയും. ചില ഇടങ്ങളിൽ അത് ഇതാണ്, അതായത് ഈ തുപ്പൽ വരെ തൊട്ടിങ്ങനെ എന്താ പറയാ, അങ്ങനെയൊക്കെ ചില ഈ നായന്മാരുടെ വീടുകളിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സുകുമാരൻ നായരുടെ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ തറവാട്ടില് ഈ മൂത്ത് നിറച്ച് നിൽക്കുന്ന മുത്തച്ഛന്മാരുണ്ട്. അതായത് ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പോഴും ഇപ്പോ തേങ്ങ വെട്ടാനായിട്ട് ഒരു അന്യജാതിയിലോ അന്യ മതത്തിലോ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടാണ്. വരുമ്പോ അവരെ പുറകുവശത്ത് ഇരുത്തു, അല്ലെങ്കിൽ അവരെ കാല് കഴുകി അകത്തേക്ക് കയറ്റുള്ളൂ, അവർക്ക് പ്രത്യേകം പാട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വൃത്തികെട്ട നായർ തറവാടുകൾ ഇപ്പോഴുമുണ്ട്. അതിന്റെ ഒരു മൂത്ത കാരണം മൂത്ത സാധനമാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്നത്. അതായത് നായർ സമുദായം ഉണ്ടാക്കിയതേ ഞാനാണ്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ നായർ സമുദായത്തിന് ആരും വേണ്ട, ഇനി ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ എന്റെ കുടുംബം, പിന്നെ അതിനുശേഷം ഒരു അന്വേഷണവും ആരും ഒരു തരത്തിലും വരാതിരിക്കാനാണ് ഈ കേന്ദ്ര നേതൃത്വത്തെ മാറ്റി നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ സാമുദായിക സംഘടനകളിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവണം. ഇവർ ഈ ഓഡിറ്റർ ഉണ്ട്. ഓഡിറ്റർ ആരാണ്? സുകുമാരൻ നായർ, സുകുമാരൻ നായർ മരുമോൻ, സുകുമാരൻ നായരുടെ മോൻ, സുകുമാരൻ നായരുടെ മോള്, ഇവരൊക്കെ ആയിരിക്കും ഓഡിറ്റർ. ഇല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഈ സംഘടന കൊണ്ട് എനിക്ക് എന്റെ അറിവിൽ ഏതെങ്കിലും NSSലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്ന്, ഞാനൊക്കെ പഠിച്ചത് NSSന്റെ കോളേജിലാണ്. എനിക്ക് എന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് NSS നീറാവൻകര കോളേജിൽ BA മലയാളത്തിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അവിടെ BComന് അപേക്ഷിച്ചപ്പോൾ എന്റെ മാർക്കിന് 2 മാർക്ക് കൂടുതലുള്ള ഒരു കുട്ടി അവിടെ വന്നതുകൊണ്ട് എനിക്ക് BComന് കിട്ടിയില്ല. പിന്നെ എനിക്ക് മലയാളത്തിനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് പോയി. ഭാഗ്യവശാൽ അവിടെ കാർത്തികേയന്റെ നമ്മൾ മരണപ്പെട്ടു പോയ സ്പീക്കറായിരുന്ന G കാർത്തികേയൻ സാറിന്റെ ഭാര്യയായിരുന്നു എന്റെ HOD സുരേഖ ടീച്ചർ. അവർ നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നെയാണ് അവിടെ ഇറക്കിയത്. അന്തരീക്ഷം എല്ലാം നല്ല രീതിയിലായിരുന്നു. ഒരു സ്കൂളിൽ അതിന്റെ അകത്ത് കയറിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ഒരു കോളേജിന്റെ അന്തരീക്ഷം നമുക്ക് അതിന്റെ അകത്ത് ആസ്വദിക്കാൻ കഴിയില്ല. അത്ര മാത്രമേ ഈ NSS കോളേജുകളിലുള്ള ഒരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയൂ. മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ജനിച്ച് ഇത്രയും കാലമായി NSSന്റെ ഒരു ആനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയതായിട്ടോ ഞാൻ അനുഭവിച്ചതായിട്ടോ എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ കഴിയൂ. അങ്ങനെ എത്ര പേരുണ്ടാവും, എത്ര പേരുടെ കല്യാണങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ, രോഗങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ സുകുമാരൻ നായർ ഇടപെടുന്നത്. സുകുമാരൻ നായർ അല്ല, NSSന്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നത്. ഇപ്പൊ പെരുന്നയുടെ തന്നെ അല്ലെങ്കിൽ NSSന്റെ തന്നെ എത്ര ആസ്ഥാനങ്ങളുണ്ട്. അവിടെ തന്നെ BEd MEd പഠിച്ചിറങ്ങിയാൽ ലക്ഷങ്ങൾ കൊടുത്താലേ ജോലിക്ക് കയറാൻ കഴിയൂ, നായന്മാരാണെങ്കിൽ പോലും. അപ്പൊ ആ തരത്തിലേക്ക് സാമുദായിക സംഘടന കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയോജനമില്ല. എത്ര നായന്മാരുടെ കുട്ടികളാണ് ഈ കോളേജ്, ഇവര് ഈ ആശുപത്രികളും ഈ കെട്ടിടങ്ങളും ഒക്കെ ഇവർ ഉണ്ടാക്കിയിട്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇത് സുകുമാരൻ നായർക്ക് ഇതൊരു തറവാട് സ്വത്താക്കി ഇങ്ങനെ കക്ഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ വച്ചുകൊണ്ട് നടക്കണം. അതിനി നടക്കില്ല. അത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ പറയാതെ സുകുമാരൻ നായരുടെ ചെവിയിൽ ഓതിക്കൊടുക്കുകയാണ്. ഇനി ഘടകങ്ങളെല്ലാം BJPക്കൊപ്പം നിൽക്കുമ്പോൾ ഒന്നുകിൽ ആ സ്ഥാനം രാജിവെച്ച് പോണം, അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കണം. ഇതല്ലാതെ ഒന്നിനും സുകുമാരൻ നായർ കഴിയില്ല എന്നുള്ളതാണ്. ഇനി കുടുംബ ആധിപത്യത്തിൽ നിന്ന് മാറി ഇതൊരു സ്വതന്ത്രമായി ഈ സംഘടന വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരണം എന്ന്
നായന്മാരായ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ഈ NSSന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഓരോ ഘടകത്തെയും, അതായത് പ്രധാനപ്പെട്ട ഇപ്പം ഇന്ന താലൂക്കിലേക്ക് ഒരു നേതൃത്വം, മറ്റേ താലൂക്കിലേക്ക് നേതൃത്വം, ഇതൊക്കെ ചെയ്യുന്നത് ഈ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ഇരുന്നുകൊണ്ട് സുകുമാരൻ നായരും അതുപോലെ തന്നെ സുകുമാരൻ നായർക്ക് വേണ്ടപ്പെട്ട ആളുകളൂടെയാണ്. അല്ലാതെ അവിടെ ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇല്ല. 6 നമ്പർ സിനിമയിൽ ഒരു ഇതുണ്ട്, ആരാണ് ഇത് കൂടുന്നത്, ഞാനും അപ്പന് സുഭദ്രയും. ആരൊക്കെ പറയണം, ഞാനും അപ്പന് സുഭദ്ര, അതുപോലെ ഞാനും മോളും മോനും തീരുമാനിക്കാം. അച്ഛൻ സെക്രട്ടറി ആവട്ടെ, അച്ഛൻ കഴിയുമ്പോ അടുത്ത മോൻ സെക്രട്ടറി ആവട്ടെ. സെക്രട്ടറി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ സുകുമാരൻ നായരുടെ കുടുംബത്തിന്റെ മൊത്തം ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരും NSSുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഉയർന്ന തസ്തികയിലാണ്. സ്വന്തം മകള് കോളേജ് അധ്യാപികയോ പ്രിൻസിപ്പലോ ഒക്കെ ആയിട്ട് വിരമിച്ചതിന് ശേഷം NSSന്റെ തന്നെ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്, മകൻ അടുത്ത പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, അത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ വലിയ തോതിൽ ഈ സമുദായത്തിന്റെ സാമ്പത്തികം ചൂഷണം ചെയ്യുന്ന ഈ നേതൃത്വത്തെ പുറത്താക്കണം. ഇനി ഈ വാർത്തകളൊക്കെ വന്നതോടുകൂടി ഡൽഹി NSS നേതൃത്വം കൃത്യമായ നിലപാടെടുത്തല്ലോ, അവിടെ വന്ന് ഉപരാഷ്ട്രപതി പ്രസംഗിച്ചല്ലോ. അങ്ങനെ കേരളത്തിലും ജനാധിപത്യപരമായ ചില തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും NSSന് കൃത്യമായ നേതൃത്വം വരികയും ചെയ്താൽ ഇതിനെ അടിമുടി ഉടച്ചു വാർക്കാനും സാധാരണക്കാരായ സമുദായ അംഗങ്ങൾക്ക് അതിന്റെ ഗുണം ലഭ്യമാക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ താഴെ തട്ടിൽ നിന്ന് തന്നെ ആളുകൾ, അണികൾ ഒക്കെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു വരുന്നു. ഇതൊരു വലിയ എന്താ പറയുന്നത് ആളിപ്പടലായിട്ട് മാറുകയാണെങ്കിൽ സുകുമാരൻ നായർക്ക് ഇനി ഏറെ നാളൊന്നും ആ കസേര പിടിച്ചിരിക്കാൻ. അത് മാത്രവുമല്ല, പിന്നെ NSSന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്താണ് എന്ന് കൃത്യമായി EDയുടെ അന്വേഷണം ഉണ്ടാവുകയും വേണം.